ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രീക്വൻസി പറഞ്ഞു, ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, സൈക്കിള്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, സൈക്കിള്, വേവ് ലെങ്ത്. ദെൻ നമ്മളെ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളതാണ് സ്പീഡ് ഓഫ് വേവ്സ്. Speed of wave. The speed of a wave is the distance traveled by the wave in 1 second. അതായത് ഒരു സെക്കൻഡിൽ ആ വേവ് എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ സ്പീഡ് ഓഫ് വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സ്പീഡ് ഓഫ് വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ വേവ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത്. ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിൻ്റെ യൂണിറ്റ്. So speed of wave is the distance traveled by the wave in 1 second. ഒരു സെക്കൻഡിൽ വേവ് എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളത്. ആൻഡ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയുന്നതായിരിക്കും. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത്രയും അറിഞ്ഞു വെക്കുക. നമുക്കിനി പ്രോബ്ലം നോക്കാം. ഈ തരത്തിലുള്ള പ്രോബ്ലംസ് എക്സാമിന് വരുന്നതാണ്. നമുക്ക് നോക്കി നോക്കാം. ഇഫ് എ വേവ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഈക്വൽ ടു 700 മീറ്റർ, ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ്. സോ ഇഫ് എ വേവ് ട്രാവൽസ് 700 മീറ്റർ ഇൻ 2 സെക്കൻഡ്, what is the speed of the wave? Speed of the wave. Speed of wave is equal to speed equal to distance by time. So നമുക്ക് ഇക്വേഷൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 700, ടൈം ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. സോ 700 by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 350. യൂണിറ്റ് എന്താണ് സ്പീഡിൻ്റെത്? മീറ്റർ പെർ സെക്കൻഡ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ എഴുതുക, ദെൻ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടെത്തുക, ദെൻ യൂണിറ്റ് ഇടുക. യൂണിറ്റ് ഒരിക്കലും മറന്നു പോകരുത്. കംപ്ലീറ്റ് ആവണമെങ്കിൽ യൂണിറ്റ് വേണം. സോ സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മളത് സോൾവ് ചെയ്തു. ദെൻ ഈസ് ദെയർ എ റിലേഷൻ ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ്. നോക്കാം. പ്ലേസ് എ സ്ലിംഗി ഓൺ എ ടേബിൾ, stretch both end of it, hold one end of the slingy and oscillate it to produce a transverse waveform. Then increase the frequency of oscillation. Observe the change in the frequency and wavelength of waveform generated in the slingy. If the frequency of the wave is changed, will the wavelength change? An illustration of two waves of the same amplitude പാസിംഗ് ത്രൂ എ മീഡിയം അറ്റ് ദ സെയിം ടൈം ഇൻ്റർവെൽ ഈസ് ഗിവൺ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു വേവ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്ന്. ഇവിടെ എഴുതിയത് നോക്കണ്ട. നിങ്ങളോട് പറഞ്ഞത് ഒരു എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സ്ലിംഗി ഇല്ലേ, സ്ലിംഗിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതാണ്. നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് ആക്കുമ്പോൾ അതിൻ്റെ ഓസിലേഷൻ ഇൻക്രീസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ വേവ് ലെങ്ത്തിന് എന്ത് ചേഞ്ച് വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ആണ് തന്നിട്ടുള്ളത്. അതായത് ഒരേ ആംപ്ലിറ്റ്യൂഡ് ഉള്ളതാണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ 12 മീറ്റർ ആണ് വേവ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ വേവ്? നമുക്ക് വേവ് ലെങ്ത് എയിലുള്ള വേവിൻ്റെ വേവ് ലെങ്ത് ആണ് നോക്കേണ്ടത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് ലാംഡ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ട്രഫ് ഓർ അഡ്ജസൻറ്റ് ക്രസ്റ്റ് ആണ് വേവ് ലെങ്ത്. സോ നമുക്ക് നോക്കാം. ലാംഡ ഈസ് ഈക്വൽ ടു, ഇവിടെ എത്രയാണ്? 1, ഇവിടെ 5. സോ 5 മൈനസ് 1 ഈസ് ഈക്വൽ ടു 4. വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. സോ 4 മീറ്റർ. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് വേവ് ഇൻ ദ ബി ആണ്, ഫിഗർ ബി. നമുക്ക് നോക്കാം. അഡ്ജസൻറ്റ് ക്രഫോ അല്ലേ, സോറി ട്രസ്റ്റോ ട്രഫോ അല്ലേ? നമുക്ക് ആദ്യം ഇവിടെ നോക്കാം. ഇതാണ് ലാംഡ. ഇവിടെ കിട്ടുന്നത് 2.5 ആണ്. ഇത് 0.5 ആണ്. 0ൻ്റെ 1ൻ്റെ ഇടയിൽ 0.5, 2ൻ്റെ 3ൻ്റെ ഇടയിൽ 2.5 അല്ലേ? സോ ലാംഡ ഈസ് ഈക്വൽ ടു 2.5 മൈനസ് 0.5. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. സോ ഇൻ ഫിഗർ 1.14a, if both the wave takes
1 second to travel a distance of 12 meter. What is the frequency? Frequency എന്ന് പറഞ്ഞാൽ എന്താണ്? Number of waves in 1 second ആണ്. Number of waves in 1 second ആണ് നമ്മളെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 സെക്കൻഡ് നോക്ക്. നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡ് ആണ് നമ്മളെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇഫ് ബോത്ത് വേവ് ടേക്സ് 1 സെക്കൻഡ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 12 മീറ്റർ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി. അതായത് ഈ 12 മീറ്ററിൽ എത്താൻ ബോത്ത് വേവ് എടുത്ത ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ് ടൈം. സോ 1 സെക്കൻഡിലുള്ള വേവിന്റെ കൗണ്ട് ആണെന്ത്? ഫ്രീക്വൻസി. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3. ഇവിടെ എത്താണ് ഫ്രീക്വൻസി വരുന്നത്? 3 ആണ്. ഇത് നോക്കാം. 1 2 3 4 5 6. ഇവിടെ എത്ര വരുന്നത്? 6 ആണ്. നമുക്ക് നോക്കാം. എ വരുന്നത് നോക്ക്. എ വരുന്നത് 3. In figure 1.14b, what is the frequency of the wave? 6. In which has longer wavelength? Longer wavelength ഏതാ? ബിയിൽ 2 മീറ്റർ ആണ്, എയിൽ 4 മീറ്റർ ആണ്. സോ ഫിഗർ എ 1.14a. Then which has highest frequency? നോക്കിക്കേ, highest frequency figure 1.14b. What is the relation between wavelength and frequency? Inversely അല്ലേ? Wavelength is inversely proportional to frequency. അതായത് ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, വേവ് ലെങ്ത് കൂടുമ്പോൾ എന്താണ്? ഫ്രീക്വൻസി കുറയും. നോക്കൂ, ഇതിന് വേവ് ലെങ്ത് കൂടുതലാ, പക്ഷേ ഫ്രീക്വൻസി എന്താ കുറവാ? ഇതിന് ഫ്രീക്വൻസി കൂടുതലാണ്, പക്ഷേ വേവ് ലെങ്ത് കുറവാണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഫ്രീക്വൻസി കുറയും, ഫ്രീക്വൻസി കുറവാണെങ്കിൽ വേവ് ലെങ്ത് കൂടും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. The time taken by both the wave to travel a distance of 12 meter is equal. 12 meter ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം ഈക്വൽ ആണ്. രണ്ടും 1 സെക്കൻഡ് ആണ് എടുത്തിട്ടുള്ളത്. സോ ദ സ്പീഡ് ഓഫ് വേവ് വിൽ ബി ഈക്വൽ. അതിൻ്റെ സ്പീഡും അപ്പോൾ ഈക്വൽ ആയിരിക്കുമല്ലോ. ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. 12/1 12/1 12. രണ്ട് കേസിലും സ്പീഡ് സെയിം ആണ്. സോ വെൻ ദ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്, ഫ്രീക്വൻസി ഓഫ് വേവ് സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ frequency of wave is inversely proportional to wavelength. Frequency of wave is inversely proportional to എന്താണ്? Wavelength. ഈ പോയിന്റ് ഓർത്ത് വെക്കണേ. Frequency of wave is inversely proportional to wavelength. നോക്കാം. The relation between the speed of wave, frequency and wavelength. അതാണ് നമ്മൾ നോക്കുന്നത്. സ്പീഡ് ഓഫ് വേവും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഇവിടെ വേവ് ലെങ്ത് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നോക്കാം നമുക്കുള്ള. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ലാംഡ? വേവ് ലെങ്ത് ലാംഡ. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ലാംഡ? 0 മുതൽ 2 വരെ. ഇങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു കംപ്ലീറ്റ് വേവിന് എടുത്ത ടൈം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ എടുക്കാം. ഇവിടെ വരെ എടുക്കുമ്പോൾ 2.5 മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ 2 ആ. അല്ലെങ്കിൽ 0 to 2 ദാറ്റ് ഈസ് 2 മീറ്റർ. ഇഫ് വേവ് ടേക്സ് 1 സെക്കൻഡ് ടു റീച്ച് എ ഫ്രം O, what is the frequency? A from O. ഇവിടെ A ഇതാ. ഓയിൽ നിന്ന് എയിലേക്ക് 1 സെക്കൻഡ് ആണ് എടുത്തതെങ്കിൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലേ? കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3. സോ ഫ്രീക്വൻസി എന്താണ് നമുക്ക് കിട്ടുന്നത്? 3 Hz. Then is in the speed of a wave the distance traveled by it in 1 second. What is the speed of the wave? നമുക്ക് കാണേണ്ടത് സ്പീഡ് ആണ്. സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. Distance traveled by it in 1 second. What is the speed of the wave?
നോക്ക്, ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാ? 1 സെക്കൻഡിലെ ഡിസ്റ്റൻസ് 6 മീറ്റർ അല്ലേ? 6 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. 6 മീറ്റർ ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 6 മീറ്റർ ആൻഡ് ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6/1, that is 6 meter per second. Speed of wave 6 meter per second. So find the relation between wavelength, frequency and speed of wave. What? It is found that speed of wave is the product of wavelength and frequency. Wavelength and frequency. നോക്കിക്കേ, ഇവിടെ നമ്മൾ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ചെയ്തത്. അപ്പോൾ നമുക്ക് 6 കിട്ടി. ആ ഇക്വേഷൻ പ്രകാരം എന്താണ് പറയുന്നത്? സ്പീഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്ക്, സ്പീഡ് ഓഫ് വേവ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. സ്പീഡ് ഓഫ് വേവ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്രീക്വൻസി എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? 3 ഇൻറ്റു വേവ് ലെങ്ത് 2. 3 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ്. അത് തന്നെയാണ് നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്തപ്പോൾ കിട്ടിയത്, 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ പറയാണ്, സ്പീഡ് ഓഫ് വേവ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. സ്പീഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് v, ദാറ്റ് ഈസ് എഫ് ഇൻറ്റു ലാംഡ. v ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് എന്തായാലും വരും. സോ അത് നോട്ട് ചെയ്ത് വെക്കുക, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യും. നോക്കാം. The state of particle in a wave at particular time is depicted in the figure. How many crest and trough are there in the figure? Crest ആദ്യം നോക്കാം. 1, 2, 3. There are 3 crest. Trough നോക്കാം. 1, 2, 3. 3 തന്നെയാണ് വരുന്നത്. How many trough are there in the figure? 3. What is the wavelength? നമുക്ക് വേവ് ലെങ്ത് ഒന്ന് നോക്കാം. 2 ക്രസ്റ്റിൻ്റെയും ട്രഫിൻ്റെയും ഇടയിലുള്ള ദൂരം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 0 to ഒരു വേവ് കംപ്ലീറ്റ് ആകുന്ന ദൂരം. 0 to 8 എന്ന് പറഞ്ഞാൽ എത്താണ്? 8 മീറ്റേഴ്സ്. 8 മീറ്റേഴ്സ് ആണ് വരിക. അതായത് ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന ദൂരം അത് 8 അല്ലേ? അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ട്രഫ് നോക്കുകയാണെങ്കിൽ 0-ൻ്റെയും 4-ൻ്റെ ഇടയിൽ 2, 8-ൻ്റെയും 12-ൻ്റെ ഇടയിൽ 10. സോ 10 - 2 എന്താണ്? 10 - 2 ഈസ് ഈക്വൽ ടു 8 മീറ്റേഴ്സ്. അങ്ങനെയായത് 8 തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്ക് വേവ് ലെങ്ത് കിട്ടി. If the frequency of a longitudinal wave traveling at a speed തന്നിട്ടുണ്ട്, speed is equal to 350 meter per second. Then frequency തന്നിട്ടുണ്ട്, frequency is equal to 35 hertz. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള what is the distance between 2 consecutive compression of the wave? അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ലെങ്ത് എന്നാണ് അർത്ഥം. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 consecutive compression, that means wavelength. നമുക്കൊരു ഇക്വേഷൻ അറിയാം ഇതിൻ്റെ ഇത് വെച്ചിട്ടുള്ള. സ്പീഡ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് നോക്കിക്കേ. നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് കംപ്രഷൻ എന്ന് വെച്ചാൽ വേവ് ലെങ്താ. വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു സ്പീഡ് ബൈ frequency. So speed 350 by frequency 35. 350 by 35 എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 350 by 35 is equal to, അത് കട്ട് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് 10 എന്ന് കിട്ടും. നമ്മൾ കണ്ടിട്ടുള്ളത് വേവ് ലെങ്ത് ആയതുകൊണ്ട് എന്താണ്? മീറ്റർ. 10 മീറ്റർ എന്നാണ് ആൻസർ വരിക. 10 മീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. Then what about the distance between 2 consecutive rarefaction? 2 consecutive rarefactions എന്ന് പറഞ്ഞാലും ലാംഡ തന്നെയാണ്, വേവ് ലെങ്ത് ആണ്. ദാറ്റ് മീൻസ് വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു സ്പീഡ് ബൈ ഫ്രീക്വൻസി. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്തത്, ഈ സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി തന്നിട്ടുള്ളത് ഫ്രീക്വൻസി ആണ് 175 ഹേർട്സ്. ഹാസ് എ വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു
2 മീറ്റർ. നമ്മളോട് പറഞ്ഞത് സ്പീഡാ. സ്പീഡ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. രണ്ടും തന്നിട്ടുണ്ട്. 175 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 350 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആയോ? നമ്മൾ ഇക്വേഷൻ എഴുതുക, തന്നിട്ടുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യൂണിറ്റ് കൊടുക്കുക. ഇവിടെ മീറ്റർ ആണെങ്കിൽ അല്ല സെന്റിമീറ്റർ ആണെങ്കിൽ മീറ്റർ ആക്കണം. അങ്ങനെയൊക്കെ തന്നാൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യൂണിറ്റ് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്പീഡ് ഓഫ് വേവ് ആണ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അതിൽ നിന്ന് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. സ്പീഡിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് വെച്ചിട്ട് ഡിസ്റ്റൻസ് ചോദിക്കുക, ടൈം ഒക്കെ ചോദിക്കുക, അതിനനുസരിച്ച് കൺവേർഷൻ ചെയ്യുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം, or time is equal to distance by speed. ഇത് ജസ്റ്റ് കൺവേർഷൻ ചെയ്യാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പഠിക്കുക. വേറെ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. അതിൽ നമ്മളോട് വേവ് ലെങ്ത് ആണ് കാണാൻ പറയുന്നതെങ്കിൽ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു സ്പീഡ് ബൈ ഫ്രീക്വൻസി. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്പീഡ് ബൈ വേവ് ലെങ്ത്. ഇത്രയാണ് ഈ ഭാഗത്ത് നിന്ന്. ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ചോദിക്കാറ്. പിന്നെ നമ്മൾ മുന്നേ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ പീരീഡ്. പീരീഡ് ഈസ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി. വേറൊരു കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. Then wavelength is inversely proportional to frequency. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഇത്രയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും പ്രോബ്ലങ്ങളും ചെയ്യാൻ പറ്റും. ദെൻ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക, പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് യൂണിറ്റ് കൊടുത്തിട്ട് എഴുതി പോവുക. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, അത് റിലേറ്റ് ചെയ്ത് കുറച്ച് ഫിനോമിനൻസ്, എക്കോ, റിവർബറേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അത് വെച്ചിട്ട് അവിടെയും കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.